ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും പുതിയ സ്കോഡ കുഷാക്ക് എന്ന് പറയുന്ന അവരുടെ പുതിയ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV കണ്ടതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഫോക്സ് വാഗൻ വേർഷൻ വരില്ലേ, അത് എപ്പോഴായിരിക്കും വരുന്നത്, എങ്ങനെയായിരിക്കും, അതായത് അതിൻ്റെ ഒരു ഡിസൈനും സംഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും കുറച്ച് ആഴ്ചകൾ മുന്നേ ഫോക്സ് വാഗൻ ബ്രസീലിൽ ഒരു പുതിയ ടീസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ കൈലാക്ക് ലോഞ്ച് ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ അവർ അതിൻ്റെ ടീസർ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം നോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ ടൈഗൂൺ കിട്ടുന്നതിന് മുന്നേ തന്നെ ബ്രസീലിൽ കുറച്ച് കാലം മുന്നേ ടീ ക്രോസ് എന്ന് പറഞ്ഞൊരു വാഹനം അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സെയിം നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗൂൺ പോലൊക്കെ തന്നെയാണ് അവിടെയുള്ള ടീ ക്രോസ് ഇരിക്കുന്നത്. സോ ബേസിക്കലി രണ്ട് വാഹനങ്ങളും ഓൾമോസ്റ്റ് സെയിം ആണ്. അത് കുറച്ച് ബ്രസീൽ സ്പെക്കാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രം. പിന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിൽ പോലും സെയിം ആണ്. സെയിം ഇൻ ദ സെൻസ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന MQB-A0iN എന്ന് പറയുന്ന ഇന്ത്യ സ്പെസിഫിക് പ്ലാറ്റ്ഫോമാണ്. പക്ഷെ പുറത്ത് ഇൻ്റർനാഷണലി അവർ ഈ പ്ലാറ്റ്ഫോമിന് പേര് കൊടുത്തിരിക്കുന്നത് MQB-A0 എന്നാണ്. ഈ ഒരു വാഹനത്തിന് അവിടെ പേര് പറഞ്ഞിരിക്കുന്ന ടെറ എന്നാണ്, TER. നമുക്ക് ഇന്ത്യയിൽ കൈലാക്ക് എന്ന് പറഞ്ഞ പേരിലാണ് കിട്ടുന്നത്. പക്ഷേ ഈ സെയിം പേരിൽ തന്നെ ഈ വാഹനം ഇന്ത്യയിലേക്ക് വരണം എന്നൊരു നിർബന്ധമില്ല. കാരണം നമുക്കിപ്പം പുറത്ത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗോണിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ അവിടെ ടീ ക്രോസ് എന്ന് വരുന്നു. ആൻഡ് ഇവിടെ കൈലാക്ക് എന്ന് പറഞ്ഞ പേര്, ഇവിടെ സ്കോഡയുടെ SUVയുടെ പേര് കൈലാക്ക് എന്നാണ്. സ്കോഡയുടെ കുഷാക്ക് അങ്ങനെ ഒരുപാട് മാർക്കറ്റ്സിൽ കൊടുക്കുന്നില്ല. ഫോക്സ് വാഗനാണ് അവരുടെ വാഹനങ്ങൾ വെക്കുന്നത്. ഏതായാലും ടെറ എന്ന് പറഞ്ഞ പേര് അവർ ബ്രസീലിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നമുക്ക് കുറച്ച് പേരിൽ വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ ഒരു ചെറിയ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബാക്കിലുള്ള ഒരു നെയിമിങ്ങോ അതുപോലെ നമ്മുടെ ഒരു ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്യുന്ന ചെറിയ ബ്ലാക്ക് എലമെൻറ്റ്, അതായത് മൊത്തമായിട്ട് കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ എലമെൻറ്റ് കൊടുക്കാതെ ഒരു ബ്ലാക്ക് വെച്ചാണ് ഇവിടെയും കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടതാണ്, കൈലാക്കിലും സെയിം സംഭവം തന്നെയാണ് കണ്ടത്. ഒരു ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കൊടുക്കുന്നതിന് പകരം ഒരു ബ്ലാക്ക് സ്റ്റിക്കർ പോലത്തെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എലമെൻറ്റ് വെച്ച് അത് കവർ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. ഈ വണ്ടിയുടെ 3 ടീസർ ഇമേജസ് ആയിരുന്നു അവർ പുറത്ത് വിട്ടിരുന്നത്. അതിൽ 2 നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. അടുത്ത ടീസറിൽ ഒരു മെയിനായിട്ട് ലോഗോ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇത് ഫ്രണ്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന ടീസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ കാണാം. ആൻഡ് ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വാഹനം ഒരിക്കലും നമുക്ക് കണക്റ്റഡ് DRLs അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളത്. ജസ്റ്റ് അവിടെ ഒരു ക്രോം എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതിന് പുറമെ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡിലേക്ക് സ്കോഡ വരെ പോയ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ പാറ്റേണിലേക്കും ഇവർ പോയിട്ടില്ല. സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ആക്ച്വലി ഇപ്പോൾ വന്ന മാർക്കറ്റ് ട്രെൻഡൊന്നും അല്ലാതെ ഇപ്പോൾ കുറേ കാലമായി ഇവർ ലേറ്റായിട്ടാണ് ഫോളോ ചെയ്യുന്നതെന്ന് മാത്രം. അങ്ങനെ പൊതുവേ മാർക്കറ്റ് ട്രെൻഡ് ഫോളോ ചെയ്ത് ഡിസൈൻ ചെയ്യാത്ത കമ്പനികളായിരുന്നു സ്കോഡയും ഫോക്സ് വാഗനൊക്കെ. പക്ഷേ സ്കോഡ ഇപ്പോൾ അത് വിട്ട് നേരെ മാർക്കറ്റ് ട്രെൻഡിലേക്ക് പോയി. പക്ഷേ എന്തായാലും ഫോക്സ് വാഗൻ ഇപ്പോഴും ആ ഒരു സംഭവം പിടിക്കാതെ അവരുടേതായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഡിസൈൻ ഫോർമുലയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെഡ്ലൈറ്റ്സ് എല്ലാം സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ കുറേ ടീസർ ഇമേജസിന് പുറമെ തന്നെ റെൻഡേഡ് ഇമേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു റെൻഡറാണ്. ഇത് കറക്റ്റ് ഒറിജിനൽ വണ്ടി ആയിരിക്കണം എന്നില്ല, പക്ഷെ എന്നാലും അവർ കാണിച്ചിരിക്കുന്ന ടീസറൊക്കെ വെച്ച് ബ്രസീലിയൻ സ്പെക്ക് വണ്ടി റെൻഡർ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഈ ഒരു പിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും വണ്ടി കാണാൻ അത്യാവശ്യം രസമുണ്ട്. കൈലാക്ക് പോലെ അല്ല ഇതിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിഫറൻസ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും അതുപോലെ റിയർ പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസൈൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ അകത്തും ഫോഗ് ലാംപ്സ് അവർ റെൻഡറിൽ കാണിച്ചിട്ടില്ല. ഒറിജിനൽ വണ്ടിയിലുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. കൈലാക്കിൽ ഒരു ഫോഗ് ലാംപ്സ് എടുത്ത് കളഞ്ഞായിരുന്നു. അതിന് പകരം സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ആക്കി താഴത്തെ മെയിൻ ഹെഡ് ലാമ്പ് അറിയ വെച്ചപ്പം അതിൻ്റെ താഴെ ഫോഗ് ലാംപ്സ് എന്ന സംഭവം കൊടുത്തിട്ടില്ല. ഇത് ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് നമ്മുടെ പുതിയ ജനറേഷൻ ടിഗ്വാൻ്റെ ഒരു അത് ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ടീസർ ഇമേജസിലും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് തോന്നും. ഈ റെൻഡർ കാണുമ്പം ഓൾമോസ്റ്റ് അതിൽ നിന്ന് തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ഡിസൈനാണ് അവർ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, റിയർ പ്രൊഫൈലിൻ്റെ റെൻഡറും ഉണ്ട്. നേരത്തെ കണ്ട ഒരു ടീസർ ഇമേജിൽ തന്നെ നമുക്ക് കാണാമായിരുന്നു ചെറിയൊരു ബ്ലാക്ക് എലമെൻറ്റാണ് ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകുന്ന പോലെ നമുക്ക് കാണാമായിരുന്നു. സോ ഏകദേശം ഇതുപോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ആയിരിക്കാം അവിടെ ബ്രസീലിൽ അവർ കൊടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ടെയിൽ ലാംപ്സിൻ്റെ അകത്ത് ആ ഒരു കണക്ഷൻ പോലത്തെ എലമെൻറ്റ് കൊടുക്കാതെ ഒരു ബ്ലാക്ക് എലമെൻറ്റ് വെച്ച് കവർ ചെയ്തു. ആൻഡ് ബാക്കി ടെയിൽ ലാംപ്സ് നമുക്ക് ഡിക്കി ഡോറിലോട്ട് അറ്റാച്ച് ആയി വരാത്ത ബാക്കി പോർഷൻ മൊത്തം ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് LED ടെയിൽ ലാംപ്സിൻ്റെ എലമെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. ടൈഗൺ വന്നപ്പോൾ അവരിങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ടൈഗണിൻ്റെ അകത്ത് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഇല്ലെങ്കിലും കാണാൻ അത്യാവശ്യം രസമുണ്ട്. ആൻഡ് ഈ വണ്ടി മൊത്തത്തിൽ കാണുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്കാണ് കിട്ടുന്നത്, പ്രത്യേകിച്ച് ഈ റെൻഡേഴ്സിൽ. ഈ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ടാണ് ഈ വണ്ടി വരാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വാഹനം തന്നെ ആയിരിക്കും ഇത്. പിന്നെ ഇതിപ്പം ബ്രസീൽ സ്പെക്ക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും കറക്റ്റ് ഇങ്ങനെ തന്നെ ഇത് ഇന്ത്യയിലേക്ക് വരും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പുറത്ത് കിട്ടുന്ന ടീ ക്രോസും അതായത് ബ്രസീലിൽ കിട്ടുന്ന ടീ ക്രോസും ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗണും നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇൻറ്റീരിയറിൽ നമുക്ക് ആക്ച്വലി ഇവിടെ ഇന്ത്യയിൽ കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ബ്രസീലിൽ അവർ അത്രയും ഫീച്ചേഴ്സ് കൊടുക്കുന്നില്ല. പക്ഷേ എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കേസിലൊക്കെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഇനി ഈ റെൻഡറും ടീസറിനൊക്കെ പുറമെ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിങ്ങും അവർ ബ്രസീലിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറേ ലീക്ഡ് ഇമേജസും കുറച്ച് കാലം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നിങ്ങൾക്ക് കാണാം. ഏകദേശം നമ്മൾ റെൻഡറിൽ കണ്ട പോലത്തെ ഒരു വണ്ടി തന്നെയാണ് ഇവരിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഹെഡ് ലാംപ്സ് എല്ലാം മുകളിലാണ് വരുന്നത്. ഫോഗ് ലൈറ്റ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനില്ല. നമ്മുടെ ഹെഡ് ലാംപ്സ് കണക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് എലമെൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
ഈവൻ റെൻഡറിലുള്ള ORVM ഡിസൈൻ സെയിം ആണ്. അതുപോലെ തന്നെ റൂഫ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം. അതുപോലെ റിയർ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ ബൂട്ട് ഡോറിലേക്ക് അറ്റാച്ച് ആവാത്ത ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. അതിൻ്റെ അത് LED ആയിരിക്കും. അതിൻ്റെ അത് കണക്ട് ചെയ്യുന്ന ചെറിയൊരു ബൾജിങ് പോർഷനും ഈ ക്യാമോഫ്ലാജിൻ്റെ അകത്തായിട്ട് കാണാൻ പറ്റും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാവുന്നത്. പിന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗിൽ ഒരു 17 ഇഞ്ച് അലോയ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ കൈലാക്ക് സ്കോഡ 17 ഇഞ്ച് അലോയ്സ് വെച്ചാണ് അൺവീൽ ചെയ്തത്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ഇൻ്റർനാഷണലിയും ഒരു 17 ഇഞ്ച് അലോയ്സ് കൊടുക്കാതിരിക്കില്ല. ഇനി നമുക്ക് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഈ SUV പറ്റി സംസാരിക്കാം. ഇപ്പോൾ കൈലാക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിരിക്കുന്ന ഒരു വാഹനമാണ് കൈലാക്ക് അൺവെയിലിൻ്റെ സമയത്ത്. കാരണം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെയാണ് 7.89 lakh rupees ഒരു സ്കോഡയുടെ സബ്ഫോമീറ്റർ SUV സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ടർബോ പെട്രോൾ എഞ്ചിൻ ബേസ് മോഡൽ TSI എഞ്ചിൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും എൻട്രി ലെവൽ മോഡൽ പോലെ അവർ കൊടുക്കുന്നത്. അല്ലാതെ വേറെ ചില കമ്പനികൾ ചെയ്യുന്ന പോലെ നാച്ചുറലി ആസ്പിറേറ്റഡ് ചെറിയ 1.2 ലിറ്റർ എഞ്ചിനൊന്നും കൊടുക്കുന്നില്ല പവർ കുറയ്ക്കാനായിട്ട് ഓർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. എന്തായാലും ഈ വാഹനം ഫോക്സ്വാഗൻ്റെ SUVയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള സ്റ്റാർട്ടിംഗ് പ്രൈസിൽ തന്നെയായിരിക്കും വണ്ടി ഇറക്കാൻ പോകുന്നത്. 8 lakhs തുടങ്ങണം എന്ന് ഞാൻ പറയില്ല. കാരണം ഫോക്സ്വാഗൻ ഇപ്പോൾ സ്കോഡ ഇൻട്രഡക്ടറി പ്രൈസ് ആയിട്ടാണ് ഈ ഒരു പ്രൈസ് നമുക്ക് തന്നിരിക്കുന്നത് 7.89 lakhs എന്ന് പറയുന്നത്. ഈ വണ്ടി വരുമ്പോൾ ഫോക്സ്വാഗൻ്റെ വണ്ടി വരുമ്പം എന്തായാലും അടുത്ത വർഷം പകുതിയൊക്കെ കഴിയും. ചിലപ്പോൾ 2026 ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ലേറ്റ് ആയില്ലെങ്കിൽ പോലും 2025 പകുതിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അപ്പോഴേക്കും കൈലാക്കിൻ്റെ ഇനീഷ്യൽ പ്രൈസ് എന്തായാലും കൂടും. 8.5 lakhs അടുത്തെങ്കിലും ആയി കാണും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഫോക്സ്വാഗൻ SUV ഏകദേശം 8 to 8.5 lakhs ഇടയിൽ വരും എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അതും ഒട്ടും മോശം പ്രൈസിംഗ് അല്ല. കാരണം ഫോക്സ്വാഗൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് ഡൈനാമിക്സ് അതുപോലെ 1 ലിറ്റർ TSI പോലുള്ള അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ബേസ് മോഡൽ പോലെ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ കൈലാക്കിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് അത് തന്നെയാണ്. നമുക്ക് ബേസ് മോഡൽ പോലെ 115 PS പവറും അതുപോലെ 178 Nm ടോർക്കും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഒക്കെയുള്ള എഞ്ചിൻ കിട്ടുന്നു എന്നുള്ളത്. ആ പ്രൈസിൽ വേറൊരു നല്ല വണ്ടിയിലും വേറൊരു വണ്ടിയിലും ഇത്രയും നല്ലൊരു എഞ്ചിൻ നമുക്ക് കിട്ടുന്നില്ല. ഈവൻ 3X ആണെങ്കിൽ പോലും ടർബോ എഞ്ചിൻ അവൈലബിൾ ആണ്. നെക്സോണിൽ നമുക്ക് ടർബോ എഞ്ചിൻ ബേസ് മോഡൽ പോലെ അവൈലബിൾ ആണ്. പക്ഷേ അതെല്ലാം MPI എഞ്ചിൻസ് ആണ്, മൾട്ടി പോയിന്റ് ഇഞ്ചക്ഷനുള്ള എഞ്ചിൻസ് ആണ്. XV3 XOയിൽ നമുക്ക് കിട്ടും ഒരു GDI എഞ്ചിൻ ഉണ്ട്. പക്ഷേ എന്നാൽ അത് കുറച്ചും കൂടെ മുകളിലത്തെ ഉയർന്ന വേരിയൻസിലേക്ക് പോയാൽ മാത്രമാണ് കിട്ടുന്നത്. നെക്സോണിൻ്റെ ടാറ്റ ഇപ്പോഴും GDI എഞ്ചിൻ കൊണ്ടുവന്നിട്ടില്ല. അവർ കർവിൽ പുതിയൊരു GDI എഞ്ചിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഗ്യാസിലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനിപ്പോൾ നെക്സോണിൽ അവർ ഇപ്പോൾ കൊടുക്കും എന്നറിയില്ല. അത് കൊടുക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം തന്നെ നെക്സോണിൽ ഇഷ്ടംപോലെ വേരിയൻസ് ഉണ്ട്. 107 വേരിയൻസിനടുത്ത് എന്താണ്ട് നെക്സോണിൽ ഇപ്പോൾ വരുന്നുണ്ട്. അത് സാധാരണ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. പെട്രോൾ എഞ്ചിനിൽ തന്നെ 5 സ്പീഡ് ഉണ്ട്, 6 സ്പീഡ് ഉണ്ട്. പിന്നെ കുറേ ഒരു സൺറൂഫുള്ള വേരിയൻ്റ് ഇല്ലാത്ത വേരിയൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അത് പോട്ടെ, അതിന് പുറമെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ആയിട്ട് തന്നെ നമുക്ക് AMT ഉണ്ട്, DCA എന്ന് പറഞ്ഞ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ അവരുടെ CNG ഉണ്ട്, അതുപോലെ ഡീസൽ ഉണ്ട്, പിന്നെ ഇലക്ട്രിക് ഉണ്ട് എന്ന് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ കൂടി ഇനിയിപ്പോൾ ഒരു GDI കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. എന്തായാലും ഗൈസ്, ഇപ്പോൾ നമ്മുടെ കൈലാക്കിൻ്റെ ഒരു ഫോക്സ്വാഗൻ ബേസ്ഡ് വേർഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും വാങ്ങുന്നത്? കൈലാക്ക് ആയിരിക്കും അതോ ഫോക്സ്വാഗൻ്റെ SUV ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറയുക. അതുപോലെ നിങ്ങൾ ഈ വാഹനത്തിൽ എങ്ങനത്തെ ഒരു ഡിസൈനാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും കൂടെ പറയുക. ഒരു മിനി ടൈഗൺ പോലത്തെ ഡിസൈൻ ആണോ എന്ന്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.